സംവിധായകൻ രഞ്ജിത്ത് സ്ത്രീകളോട് മാത്രമല്ല ലൈംഗിക അതിക്രമം കാട്ടിയത്. രഞ്ജിത്ത് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവൻ രംഗത്തെത്തി. അതിനിടെ രഞ്ജിത്തിനെതിരായ കേസിൽ ബംഗാളി നടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. തുടർ നടപടികൾക്കായി വനിതാ ഉദ്യോഗസ്ഥർ ഉടൻ ബംഗാളിലേക്ക് തിരിക്കും. നേരത്തെ നിർമ്മാതാവിനെതിരെ ആരോപണം ഉന്നയിച്ച കോഴിക്കോട്ടെ ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. സംവിധായകൻ രഞ്ജിത്തിനും ഇടവേള ബാബുവിനുമെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെ മൊഴി വെള്ളിയാഴ്ച രേഖപ്പെടുത്തും. പേരാമ്പ്രയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ ജൂനിയർ ആർട്ടിസ്റ്റ് അമൃതയുടെ മൊഴിയെടുത്തത്. നിർമ്മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ഷൈജു എന്നാൾ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അവസരത്തിനായി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടതായി അമൃത അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഞാൻ ഈ പരാതിയിലേക്ക് വന്നത് നമ്മൾ അന്ന് ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഒറ്റപ്പെടുമെന്നുള്ള ഇതുള്ളതുകൊണ്ട്. പക്ഷെ ഇന്ന് ഈ പരാതിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ആൾക്കാരുണ്ട്, സർക്കാരുണ്ട്. അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ എനിക്ക് വിളിച്ചിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുകയെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് സധൈര്യം ഞാൻ മുന്നോട്ട് വന്നത്. സംവിധായകൻ രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് ആരോപിച്ച മാങ്കാവ് സ്വദേശിയായ യുവാവിനെ പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. ഇയാളുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവാവ് രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചത്. പുള്ളി എന്നോട് ന്യൂഡാവാൻ പറഞ്ഞു. പുള്ളിക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് പുള്ളി എന്നെ കുറച്ചും കൂടി ബോഡി എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പുള്ളി ശാരീരികമായിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾ ഒരിക്കലും ഒരു അത്രയും വലിയൊരു എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പൗരുഷമുള്ള ഒരു വ്യക്തി അത്ര. പക്ഷെ പുള്ളി പറഞ്ഞ കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളും വളരെ ടെറിബിൾ ആയിരുന്നു. വളരെ എനിക്കൊരിക്കലും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ വേണ്ടപ്പെട്ട അധികൃതരോട് പറയാം. അപ്പോൾ ആ രീതിയിലാണ് പുള്ളി എന്നോട് അപ്രോച്ച് ചെയ്തിരുന്നത്. ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ യുവാവും രംഗത്തെത്തിയത്. 2012 ബംഗളൂരുവിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതി. നടൻ ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റിനെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇവരുടെ മൊഴി രേഖപ്പെടുത്തും. ഔദ്യോഗികമായി പരാതി നൽകിയില്ലെങ്കിലും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.